പോലീസിന് പിന്നാലെ ആഭ്യന്തരമന്ത്രിക്ക് നേരെയുള്ള വെല്ലുവിളി. കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ നായങ്കിയുടെ ഈ കളി തീക്കളിയാണ്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിട്ടും പോലീസിൽ കീഴടങ്ങാതെയുള്ള വെല്ലുവിളി. തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് ഞാൻ ഇരിക്കുന്നുവെന്ന് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ്. പിന്നാലെ പോലീസിന്റെ വ്യാപക പരിശോധന. എന്നാൽ ഇങ്ങനെ എത്ര നാൾ നമ്മുടെ നിയമ സംവിധാനങ്ങളെ കബളിപ്പിച്ച് അയാൾക്ക് ഒളിവിൽ കഴിയാൻ സാധിക്കും? അടിയന്തര സാഹചര്യമുണ്ടായാൽ അർജുൻ നായങ്കിയെ വെടിവെക്കാൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ വയർലെസ്സിലൂടെ പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെ നായങ്കി കാറിൽ പാലിയേക്കര ടോൾ പ്ലാസ കടക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അർജുന്റെ സഹോദരൻ അഖിലും 2 സുഹൃത്തുക്കളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും കേസ് നടത്താൻ ക്രൌഡ് ഫണ്ടിങ്ങിനായി അർജുൻ നായങ്കി സോഷ്യൽ മീഡിയയിൽ QR കോഡ് പോസ്റ്റ് ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പരസ്യമായി വെല്ലുവിളിച്ചതോടെയാണ് അർജുൻ നായങ്കിക്കെതിരായ പോലീസ് നീക്കങ്ങൾ ശക്തമാക്കിയത്. ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചെന്ന സംശയത്തിൽ 2 സുഹൃത്തുക്കളെ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സൗദിൻ, ഇസ്മായിൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനിടെ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് ഞാനിരിക്കുന്നുവെന്ന് അർജുൻ നായങ്കി സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടതോടെയാണ് തൃശൂരിൽ വ്യാപക തെരച്ചിൽ നടത്തിയത്. തൃശൂർ നായിക്കനാൽ ജംഗ്ഷനിലും തേക്കിൻകാട് മൈതാനത്തും പരിശോധന നടത്തി. എന്നാൽ പോലീസിനെ വീണ്ടും കബളിപ്പിച്ച് അർജുൻ രക്ഷപ്പെടുകയായിരുന്നു. പാലക്കാട് നിന്ന് തൃശൂരിലേക്കുള്ള യാത്രയിൽ 2 തവണ ഇയാൾ വണ്ടി മാറിയതായാണ് സൂചന. 1 മണിക്കൂറോളം നേരം തൃശൂർ നഗരത്തിൽ പോലീസിനെ വട്ടം കറക്കിയ ശേഷമാണ് അർജുൻ രക്ഷപ്പെട്ടത്. അർജുൻ നായങ്കി കാറിൽ പാലിയേക്കര ടോൾ പ്ലാസ കടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനിടെ ഇയാളുടെ സഹോദരൻ അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് നിന്നാണ് അഖിലിനെ കസ്റ്റഡിയിലെടുത്തത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ അർജുൻ നായങ്കിയെ വെടിവെച്ച് പിടിക്കാനാണ് പോലീസിന്റെ നിർദ്ദേശം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ വയർലെസ്സിലൂടെയാണ് പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയത്. അപകടകരമല്ലാത്ത രീതിയിൽ വാഹനം കുറുകയിട്ട് പിടിക്കാനും നിർദ്ദേശമുണ്ട്. നേരത്തെ കോതമംഗലം CI ഭീഷണിപ്പെടുത്തിയ അർജുൻ പിന്നീട് ഈ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ ഇൻസ്പെക്ടറെയും വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഗുണ്ടകൾക്കെതിരെ നടപടികൾ ശക്തമാക്കുമെന്ന് പറഞ്ഞതോടെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. കോതമംഗലത്തെ ലോഡ്ജിൽ സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തത് കള്ളക്കേസാണെന്നും പുനരന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അർജുൻ ചോദിച്ചത്. പുനരന്വേഷണത്തിൽ താൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ കേസ് അന്വേഷിച്ച കോതമംഗലം CI പ്രശാന്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും അർജുൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സംഭവിച്ചാൽ ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് പൊന്നാട അണിയിക്കുമെന്നും ഒരു ഉമ്മ നൽകുമെന്നും പോസ്റ്റിലുണ്ട്. തന്നെ വിരട്ടാൻ നോക്കേണ്ടെന്നും താൻ വളർന്ന പാർട്ടി വേറെയാണെന്നും അർജുൻ കുറിച്ചിരുന്നു. ഇയാളെ അടിയന്തരമായി പിടികൂടാൻ DGPക്ക് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയതോടെയാണ് പോലീസ് നടപടി കടുപ്പിച്ചത്. എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഒരു കാര്യമുള്ളൂ. ഇത്തരം ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും പിടിക്കാൻ ഇവിടെ പോലീസുണ്ട്. അത് വേണ്ടത് ചെയ്തോളൂ. അതിനിടെ കേസ് നടത്താൻ ക്രൗഡ് ഫണ്ടിങ്ങിനായി അർജുൻ നായങ്കി സോഷ്യൽ മീഡിയയിൽ QR കോഡ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി, തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.